അപ്പോൾ മക്കളെ, നാളെയാണ് നമ്മുടെ +2 റിസൾട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കാരണം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നിങ്ങളൊക്കെ രാത്രി ഒരുപാട് നേരം ഉറക്കമൊഴിച്ച് ഈ ക്ലാസ്സുകൾ കണ്ടതൊന്നും വേസ്റ്റായി പോയില്ല മക്കളെ. അപ്പോൾ എല്ലാവരും നാളത്തെ റിസൾട്ട് വരുമ്പോൾ ഹാപ്പി ആവും എന്ന് തന്നെ, ഹാപ്പി ആവട്ടെ എന്ന് തന്നെ ഷമീം സാർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ +2 കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് മക്കളെ. +2വിൻ്റെ റിസൾട്ടും ഒന്നും അവസാന വാചകമൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മുന്നേറുക. അപ്പോൾ ഞാനും +2വിൽ ബയോ സയൻസ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. സയൻസിൽ നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സയൻസിൽ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞപ്പോൾ അത്ര ശതമാനം മാർക്കുകളൊന്നും എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഹിന്ദി. ഞാൻ അതിലാണ് പിന്നെ ഫോക്കസ് ചെയ്തത്. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഇതാ കേരളത്തിലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സാമിനറിൽ അധ്യാപകനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ റൂട്ട് ഏതാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം ആയി എന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആരും നിരാശരാവേണ്ട. ഏത് റിസൾട്ട് ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി അവിടെ ഉണ്ടാവും. അതാർക്കും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ബി പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ആ ഒരു വിജയം ഞങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പങ്കുവയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.